പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിയദാസനെ അനുസരിച്ചോർത്ത് യേശുക്രിസ്തുവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സംഭവിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജ്ഞാനം കൊണ്ട് നിറയുക, അറിവിൻ്റെ തലവും കഴിഞ്ഞ് ജ്ഞാനത്തിൻ്റെ തലവും കഴിഞ്ഞ് ദർശനവരങ്ങൾ, സ്വർഗജ്ഞാനം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം പറയുന്നത്, നിയമജ്ഞരെയും പരിസേയരെയും അതിശയിപ്പിക്കുന്ന ജ്ഞാനം നിനക്ക് ഇല്ല എങ്കിൽ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ആ വചനമുണ്ട്. അപ്പോൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവജ്ഞാനം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ജ്ഞാനികളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ജ്ഞാനികൾ ഗ്രഹിക്കും. ദാനിയേൽ പുസ്തകം പറഞ്ഞ ജ്ഞാനികൾ ഗ്രഹിക്കും. എന്നാൽ ജ്ഞാനികൾ ചിലർ വീഴും എന്നും എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ വീണാലും ആ വീഴുന്ന ജ്ഞാനികൾ ചാടി എണീക്കും. അവൻ മാനസാന്തരത്തിലേക്ക്, അവിടുന്ന് പശ്ചാത്താപത്തിലേക്ക്, അവിടുന്ന് രൂപാന്തരണത്തിലേക്ക്, അങ്ങനെ ഘട്ടം ഘട്ടമായി അവൻ രക്ഷപ്പെട്ട് ദൈവമഹത്വത്തിലേക്ക് ചേരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചണവസ്ത്രധാരിയെക്കുറിച്ച് നമ്മൾ കേൾക്കാത്ത ചില കാര്യങ്ങൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഒരാളുടെ ചണവസ്ത്രം എന്ന് പറയുന്നത് ആ മനുഷ്യൻ യേശുക്രിസ്തുവിന് വേണ്ടി എഴുതപ്പെട്ട വ്യക്തികൾ, ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഓർത്ത്, യേശുക്രിസ്തുവിൻ്റെ നിത്യജീവിതത്തെ ഓർത്ത് വിശുദ്ധിയിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കുക, ദൈവജ്ഞാനം കൊണ്ട് നിറയുക, ദൈവവചനം കൊണ്ട് നിറയുക. അങ്ങനെ എല്ലാ വിധത്തിലും, അതായത് പ്രത്യേകിച്ചും ചണവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വിവേകത്തോടു കൂടിയുള്ള പ്രവൃത്തിയായിരിക്കും. പ്രത്യേകിച്ച് ദേവാലയത്തിൽ നമ്മുടെ ഇടവകയിൽ ഒരു ഓണാഘോഷ പരിപാടി നടക്കുകയാണ്. അതിനുവേണ്ടി തലേദിവസം അച്ഛൻ പള്ളി വിളിച്ചു പറയും, നാളെ ഓണാഘോഷ പരിപാടികളാണ്, നമുക്ക് ഇവിടെ ഈ അടുത്ത മാസം ഓണാഘോഷ പരിപാടികൾ വരികയാണ്. ഓണാഘോഷ പരിപാടി നടക്കുകയാണ്. അതിന് പിരിവ് വേണം, പിരിവിടുന്നുണ്ട്, അതിന് പൂക്കളവിടണം, പായസം ഉണ്ടാകണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നാളെ രാവിലെ മുതൽ കമ്മിറ്റിക്കാർ പള്ളിയിലേക്ക് വരുന്നു. അതിനുശേഷം ഓണപ്പൂക്കള മത്സരങ്ങൾ, അതിൻ്റെ പാട്ടുകൾ, പരിപാടികളൊക്കെ ഉണ്ട് എന്ന് അച്ഛൻ പറയും. നമ്മളിൽ ചണവസ്ത്രത്തിൻ്റെ ദൈവാത്മാവ് ഉണ്ട് എങ്കിൽ, മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തെ ജ്ഞാനം നമ്മളിൽ ഉണ്ട് എങ്കിൽ, നാം ആ പരിപാടിയിൽ നിന്ന് വഴുതി മാറും. ഒരു കാരണവശാലും അതിലെ പൂക്കളത്തിലോ ഭക്ഷണത്തിലോ ആഡംബരത്തിലോ പായസത്തിലോ അതിൻ്റെ ഓണ ആശംസകളിലോ പങ്കെടുക്കുകയില്ല. കാരണം എന്നിൽ ചണവസ്ത്രം ഞാൻ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നെ തോൽപ്പിക്കുകയോ എന്നെ പരാജയപ്പെടുത്തുകയോ ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നമുക്കറിയുന്ന അതിൻ്റെ മറ്റൊരു തലമാണ് മറ്റ് ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വേറെ ചില സത്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതായത് പന്തൽ പ്രദർശനങ്ങൾ, തിരുനാളുകൾ. നമ്മുടെ പള്ളിയിൽ തിരുനാളുകൾ നടക്കുമ്പോൾ അതിന് പന്തൽ പ്രദർശനങ്ങളുണ്ട്, അതിന് ചെണ്ടമേളമുണ്ട്. ചെണ്ടമേളത്തിനകത്തുനിന്ന് ഒരു ദുരാത്മാവ് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ജ്ഞാനിയായ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി കൊമ്പക്കുഴല്, കിന്നരം, വീണ, നാഗസ്വരം, ചെണ്ട എന്നീ സ്വരങ്ങൾ കേട്ടപ്പോൾ അവൻ സാഷ്ടാംഗം പ്രണമിച്ചില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മൾ പ്രണമിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ പ്രണമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് പ്രണമിക്കുന്നു. നമ്മുടെ ആത്മാവിന് ഇഷ്ടം വേണം, വളരെ ഇഷ്ടമാണ്. ചെണ്ടമേളം വലിയ ഇഷ്ടമാണ്, ബാൻഡുമേളം വലിയ ഇഷ്ടമാണ്. ആ ബാൻഡുമേളത്തിൽ പാടുന്നതൊക്കെ സിനിമാ ഗാനങ്ങളാണ്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ ആത്മാവിൽ ചണവസ്ത്രമുണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മോട് പറയും, ആ പരിപാടികളെ സംബന്ധിക്കരുത്, മാറി നിൽക്കുക, ആ പരിപാടിയിൽ അങ്ങോട്ട് കയറി പോലും ചെയ്യരുത്, ശ്രദ്ധിക്കരുത്, ശ്രവിക്കരുത്, നോക്കരുത്, കാണരുത്. കാരണം ദാനിയേൽ പ്രവാചകൻ ഇതൊന്നും കാണുകയോ കേൾക്കുകയോ കുമ്പിടുകയോ ചെയ്തില്ല. അപ്പോൾ ലോകം മുഴുവനും ആരാധിച്ചപ്പോഴും ശദ്രാക്, മെഷാക്, അബേദ്നെഗോ എന്നീ യഹൂദന്മാർ ഇതിനൊന്നും ആരാധിക്കാതെ മാറുന്നു. എന്നതുപോലെ നമ്മൾ മാറി നിൽക്കണം. അതാണ് ചണവസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അതിന് സിനിമാ തിയേറ്ററുകൾ, മൊബൈൽ ഫോൺ പരിപാടി, ഏറ്റവും വലിയ മൊബൈൽ ഫോൺ, ഏറ്റവും നമ്മുടെ ചണവസ്ത്രമായിട്ട് ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിൽ അണിയേണ്ട ചണവസ്ത്രമാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ ആവശ്യകത വേണ്ടെന്ന് വെക്കുക, മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ടെലിവിഷന് അത് ഉപേക്ഷിക്കുക. അങ്ങനെ അത് ലോകത്തെ ചുരിദാറുകൾ ഉപയോഗിക്കുക, പാൻറ് ഷർട്ടും സ്ത്രീകളും പെൺകുട്ടികൾ ഇടുന്ന അത് ഉപേക്ഷിക്കുക. അങ്ങനെ വസ്ത്രധാരണത്തിൽ, ഭക്ഷണ ക്രമീകരണങ്ങളിൽ, അതിൻ്റെ ആഡംബര പരിപാടികളിൽ, വിവാഹ പരിപാടികളിലെ ഡാൻസുകളിൽ, ദേവാലയങ്ങളിലെ കുട്ടികളുടെ എല്ലാ പരിപാടികളും, ആ കുട്ടികളുടെ നൃത്തങ്ങൾ, രംഗപൂജകൾ, ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് ചണവസ്ത്രധാരിയായ, ചണവസ്ത്രത്തെ ഇഷ്ടപ്പെടുകയും ചണവസ്ത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെയും ആത്മാവിനെയും ആനന്ദം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ.
അതാണ് ചണവസ്ത്രധാരി. ആ രീതിയിൽ ക്രമീകരിക്കപ്പെട്ട വ്യക്തികൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നും അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം എപ്രകാരമാണ് സ്വീകരിക്കുക എന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റേതായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു വചനമാണ് ഞാൻ പലപ്പോഴും പറയാനുള്ളത്. വെളിപാട് 3:10. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുക, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. അത് ഒരു വചനമാണ്. അപ്പോൾ അത് ഒരു വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നതുപോലെ നാം എത്രമാത്രം വിശുദ്ധി പ്രാപിക്കുന്നുവോ, നാം എത്രമാത്രം ജ്ഞാനിയാകുന്നുവോ, ഞാൻ എത്രമാത്രം ചണവസ്ത്രധാരിയാകുന്നുവോ, എത്രമാത്രം ഈ ലോകത്തിലെ ജഡത്തിൽ നിന്നും വിട്ട് മാറി നിൽക്കുന്നുവോ, നമുക്ക് അനുവദിക്കപ്പെട്ട ആത്മീയ തലങ്ങളല്ലാതെ മറ്റെല്ലാ മേഖലയിൽ നിന്നും മാറി നിൽക്കുന്നുവോ, അത്രമാത്രം നമ്മുടെ പ്രാർത്ഥന വാല്യബിളാണ്, മൂല്യമുള്ളതാണ്, മൂല്യാധിഷ്ഠിതമാണ്. അത് ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമാണ്. പ്രഭാഷണ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു, എന്നാൽ എളിമയും വിശുദ്ധിയുമുള്ളവൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചേറിയത് സ്വർഗ്ഗരാജ്യത്തിൽ എത്തുന്നതുവരെ അത് വിശ്രമം കണ്ടെത്തുന്നില്ല എന്ന് കർത്താവ് പറയുന്നത്. അപ്പം ജ്ഞാനവും വിനയവും വിശുദ്ധിയുമുള്ളവരുടെ പ്രാർത്ഥനയാണ് ദൈവത്തിനു മുമ്പിൽ എത്തുന്നത്. മകനെ നീ ജ്ഞാനിയായിരിക്കുക എന്ന് കർത്താവ് പറയുന്നുണ്ട്. പ്രഭാഷണ പുസ്തകത്തിലൊക്കെ വീണ്ടും ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജ്ഞാനമുണ്ടെങ്കിൽ വിശുദ്ധി ഉണ്ടാവും, വിശുദ്ധി ഉണ്ടെങ്കിൽ ജ്ഞാനമുണ്ടാവും. അങ്ങനെയുള്ളവർ എങ്ങനെ പ്രാർത്ഥിക്കണം? അതൊരു ബന്ധന പ്രാർത്ഥനയാണ്. നമ്മൾ തന്നെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. നമുക്കതിനുള്ള അവകാശവും അധികാരവും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കർത്താവ് പറയുന്ന ചില വചനങ്ങളുടെ അർത്ഥം പറയുന്നതിന് മുമ്പ്, ബന്ധന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് ഇതിനകത്ത് കണ്ട് ചെറിയ കമൻറ്റിൻ്റെ ചെറിയ ഒരു ഉത്തരം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, കുമ്പസാരവും പ്രാർത്ഥനയും ഇല്ലാത്ത ധ്യാനം എന്ത് ധ്യാനമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരവും ധ്യാനവും കുർബാനയും ഒക്കെ ഇതിനകത്തുണ്ട്. അത് നമ്മുടെ ധ്യാന ഹാളിലല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇടവപ്പള്ളിയിലാണ് സംഭവിക്കുന്നത്. അവിടെ കുമ്പസാരിക്കുള്ള സൗകര്യമുണ്ട്, കുർബാനയ്ക്കുള്ള സൗകര്യമുണ്ട്. എല്ലാ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ ക്ലാസ്സുകളും ധ്യാനങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതൊന്നും ഓർത്താരും അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ധ്യാനത്തിൽ കടന്നു വരാവുന്നതാണ്. അപ്പോൾ ആ നിമിഷം കുമ്പസാരിക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് അങ്ങനെ കുമ്പസാരിക്കാം. അതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധ്യാന ഹാളിൽ കൂടെ, ധ്യാന സെൻറ്ററിൽ കൂടെ പോയിട്ട് കുമ്പസാരിക്കണമെങ്കിൽ പിന്നീട് ഈ എളിയദാസൻ്റെ കുമ്പസാരത്തിൻ്റെ ക്ലാസ് കേട്ട ശേഷം പോയിട്ട് കുമ്പസാരിക്കാവുന്നതാണ്. എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ധ്യാന ഹാളിനോടനുബന്ധിച്ച് ഉണ്ട്. ഇനി നമ്മൾ കർത്താവ് ജെറമ്യാപ്രവചന പുസ്തകത്തിൽ പറയുന്നൊരു വചനമുണ്ട്, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നെ പൃഷ്ഠം കാണിച്ചു, എന്നാൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാനും നിങ്ങളെ പൃഷ്ഠം കാണിക്കും എന്ന് ജെറമ്യാപ്രവചന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വിളിച്ചപ്പോൾ, ഈശോ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതും ജെറമ്യാപ്രവചന പുസ്തകം പറയും, ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് ഓടി അകലുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കർത്താവിന് പുറംതിരിഞ്ഞു നിന്നു. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിന് മുമ്പിൽ പെട്ടെന്ന് മകൻ്റെ വിവാഹം നടക്കണം, മകളുടെ വിവാഹം നടക്കണം, ജോലി കിട്ടണം, കടബാധ്യത മാറണം, രോഗം മാറണം, പെട്ടെന്ന് നമ്മൾ നിന്ന് കർത്താവിന് മുമ്പിൽ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് മുമ്പിൽ ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ല. അത് ദൈവത്തിന് മുമ്പിൽ വാല്യബിളല്ല, മൂല്യാധിഷ്ഠിതമല്ല. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവായ ദൈവം, ഈശോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സ്വീകരിക്കണമെങ്കിൽ നാം വിശുദ്ധിയും പരിശുദ്ധിയുമുള്ളവരും ജ്ഞാനവും വിവേകമുള്ളവരും ആയിട്ട് മാറണം. നമ്മൾ ചണവസ്ത്രധാരിയായിരിക്കണം. ചണവസ്ത്രധാരിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളത് ഈ വീഡിയോ കേട്ടിട്ട് അത് ആ രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാവുന്നത്, ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഓടിച്ചെന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളൊരു സമയം വ്യക്തമായിട്ട് കണ്ടെത്തുക. 7 മണിക്കാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ 7 മണിക്ക്, 7:30 7:30, കഴിയുന്നതും 7:30ക്കും 7 മണിക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കണം. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നിലത്ത് മുട്ടയിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങണം. അതാണ് ആദ്യത്തെ പ്രത്യേകത. അല്ലാതെ നിങ്ങൾ കസേരയിലിരുന്നോ, കട്ടിലിലിരുന്നോ, ചാഞ്ഞിരുന്നോ, ചെരിഞ്ഞിരുന്നോ ഒന്നും പ്രാർത്ഥിക്കും. നിങ്ങളുടെ ശരീരഭാഷ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും സ്വീകാര്യമാണ്. അതിനു മുമ്പ് നിങ്ങളുടെ മേശയുടെ പുറത്ത് നിങ്ങൾ യേശുവിൻ്റെ കരുണാമന ഈശോയുടെ ഒരു രൂപം, ഇതുപോലുള്ള കരുണാമന ഈശോയുടെ രൂപം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വളരെ വലുത് ഒരെണ്ണം ഉണ്ടായിരിക്കണം. അതല്ല ഫ്രെയിമൊക്കെ ചെയ്ത് മനോഹരമായിട്ട് അലങ്കരിച്ച് ദീപാലങ്കാരമൊക്കെ ഇട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ക്രൂശിത രൂപം ഉണ്ടായിരിക്കണം.
യേശുവിൻ്റെ ക്രൂശിത രൂപം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ക്രൂശിത രൂപത്തിൻ്റെ കീഴിലാണ് നിങ്ങൾ തിരി കത്തിച്ചു വെക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം എഴുതി വെക്കുകയോ വചനം തുറന്നു വെക്കുകയോ വെക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഇടതുവശത്ത് 4 തിരികളും വലതുവശത്ത് 3 തിരികളും കത്തിച്ചു വെക്കണം. അത് സ്വർഗത്തിലെ മിനോറ അഥവാ സപ്താത്മാക്കൾ, 7 ആത്മാക്കൾ, സ്വർഗത്തിലെ 7 തീപ്പന്തങ്ങളുണ്ട്. ആ 7 തീപ്പന്തങ്ങൾ ഭൂമിയിലെ 7 കൂദാശകളാണ്. ആ 7 കൂദാശകൾ 7 സഭയാണ്. ആ സഭയിലെ ആത്മാക്കളാണ് ഈ കൂദാശകളുടെ ജീവനുള്ള ആത്മാവ്. അതിൻ്റെ പ്രാതിനിധ്യം, അതിൻ്റെ പ്രതീകാത്മക അർത്ഥത്തിൽ നമ്മൾ 7 തിരി കത്തിക്കുകയാണ്. അപ്പോൾ 7 തിരി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഇടതുവശത്തും 3 തിരി വലതുവശത്തുമായിട്ട് കത്തിച്ചു വെക്കുക. അതിനുശേഷം കുന്തിരിക്കം, കുറച്ച് തീക്കനലുണ്ടാക്കി അതിനകത്ത് കുറച്ച് കുന്തിരിക്കം വാരിയിട്ട് നല്ല സുഗന്ധം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ് നിങ്ങൾ പായയിൽ മുട്ട നിൽക്കേണ്ടത്. അതിനുശേഷം കണ്ണുകൾ അടച്ചു പിടിക്കണം. കരങ്ങൾ യാചന രൂപത്തിലോ കരങ്ങൾ ഉയർത്തിയോ പിടിക്കാം. അങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കണം. ഇതുപോലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ആരൊക്കെ വീട്ടുണ്ടോ അവരെല്ലാവരും പ്രാർത്ഥനാ മുറിയിലേക്ക് വരണം. അങ്ങനെ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ആദ്യത്തെ 1-ാം ഘടകവുമാണ് ഊട്ടി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് യേശുവിൻ്റെ രൂപം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം, യേശുവിൻ്റെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ രൂപം അല്ലെങ്കിൽ വ്യക്തിയുടെ പടം, ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പടമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ വ്യക്തിയുടെ പടമോ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം എവിടെയോ ജീവിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മുടെ ഉണ്ട്. അപ്പോൾ ആ ജീവനുള്ള വ്യക്തിയും ഈ ഫോട്ടോയും തമ്മിൽ തുല്യ പ്രാധാന്യമാണ്. ആ വ്യക്തിയുടെ പടത്തെ കാണുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈശോയുടെ പടമാണെങ്കിൽ ഈശോ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു പോയെങ്കിലും ആ ഈശോ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ യേശുവിൻ്റെ രൂപമാണ് ദർശനം വഴി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ യേശുവിൻ്റെ അതേ രൂപമാണ് ഈ ചിത്രങ്ങൾ, ഈ കർണാമന ഈശോയുടെ രൂപം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈശോയുടെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കുകയോ പ്രാർത്ഥിക്കാൻ വന്നു നിൽക്കുകയോ ചെയ്യുമ്പം യേശുവിൻ്റെ ആത്മാവും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ലെ ത്രിയേക ദൈവം അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി വന്നു നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അതിൻ്റെ ഈശോയുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ വചനം പറയുന്നുണ്ട്, 2 അതിലധികമോ ആളുകൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്നൊരു വചനോടെ കർത്താവിന് വചന രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും. അതിനുശേഷം ഈശോയെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഈ ബന്ധന പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണമേ, ഞങ്ങളുടെ കരുണയും കൃപയും വർഷിക്കണമേ, ഞങ്ങളുടെ മേൽ അലിവും ദൈവം തോന്നണമേ, ഞങ്ങളുടെ കുറവുകൾ അവിടെ ഏറ്റെടുക്കണമേ എന്നൊക്കെ നിങ്ങൾ ഹൃദയപൂർവ്വം മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വചന പ്രാർത്ഥനയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ വചന പ്രാർത്ഥനയുടെ ബന്ധന പ്രാർത്ഥന ഇങ്ങനെയാണ്: യേശുവിൻ്റെ തിരുനാമ ശക്തിയാൽ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ഇടവകയെയും എൻ്റെ കേരള സഭയെയും എൻ്റെ ഭാരത സഭയെയും എൻ്റെ ആഗോള സഭയെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പൈശാചി ശക്തികളും ദുരാത്മസേനകളും ദുഷ്ടാരൂപികളെയും ഞാൻ ബന്ധിക്കുന്നു. ദുരാത്മസേനകളെ, ദുഷ്ടാത്മശക്തികളെ നിങ്ങളീകൾ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള ശക്തിയാൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, നിങ്ങളോട് കൽപ്പിക്കുന്നു, വിട്ടുപോവുക. കാൽവിരൽ ചൂട്ടിലേക്ക് പോകട്ടെ. ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന്, ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ നിന്ന്, പൂർവ്വപിതാക്കന്മാരുടെ ശാപ പരമ്പരയിൽ നിന്ന്, ഞങ്ങളുടെ തലമുറയിൽ നിന്ന്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് വിട്ടുപോവുക. ഞങ്ങളുടെ മക്കളിൽ നിന്ന് എല്ലാ ദുഷ്ടാരികളും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ടെ, വിട്ടുപോട്ടെ. എല്ലാ മ്ലേച്ഛതകളും, എല്ലാ മദ്യപാനവും, എല്ലാ വ്യഭിചാര ദുർഭൂതങ്ങളും, എല്ലാ അശുദ്ധ ആത്മാക്കളും, അശുദ്ധി നിറഞ്ഞ എല്ലാ പ്രവൃത്തികളും, എല്ലാ രോഗപീഠകളോടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോവുക. കാൽവരിയുടെ വിട്ടേ പോവുക. എല്ലാ അനീതിയും യേശുനാമത്തിൽ വിട്ടുപോട്ടെ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം: ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥയും വിട്ടുപോട്ടെ. റോമർ 16:20 അതിനകത്ത് കർത്താവ് പറഞ്ഞ വചനത്തെ നിങ്ങൾ ഏറ്റുപറയണം. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. റോമർ 16:20 ആ വചനവും സംഖ്യ നിങ്ങൾ പറയണം പ്രിയപ്പെട്ടവരെ. യാക്കോബ് 4:7 പിശാചിനോട് എതിർത്ത് നിൽക്കും, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയിക്കൊള്ളും. ഈ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാ ദുരാത്മസേനകളും ബന്ധിക്കപ്പെടട്ടെ, കാൽവരിയുടെ ചൂട്ടിലേക്ക് പോകട്ടെ, നിത്യപാതാളത്തിൽ പതിക്കുമാറാകട്ടെ. ഇനി ഇത്രയും പറഞ്ഞ ശേഷം പ്രിയപ്പെട്ടവരെ, നിങ്ങളിനി പറയേണ്ടത് വെളിപാട്
10 അത് ഞങ്ങൾക്ക് വചന സംരക്ഷണം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടത്. കർത്താവെ, ഇത്രയും ഞങ്ങൾ ബന്ധിച്ചു പോകത്തു, ഇനി ഞങ്ങളുടെ ഭവനത്തെ അവിടുത്തെ സംരക്ഷണ കോട്ടയിൽ ഒതുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാട് 3:10 സകല ഉപവാസങ്ങളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെയും സംരക്ഷിക്കും, നിങ്ങളെയും സംരക്ഷിക്കും, നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കും എന്ന വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഞങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. സക്രിയ 9:8 ആരും കയറി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദനും നിന്നെ ഉത്തരവിക്കില്ല, എൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട് എന്ന വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ. സക്രിയ 2:5 അതിനകത്ത് കർത്താവ് പറയുന്ന വചനം, ഞാൻ നിങ്ങളുടെ ഭവന ചുറ്റും ഒരു അഗ്നിയുടെ കോട്ടയായിരിക്കും, ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ ഒരു അഗ്നിയുടെ മഹത്വമായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥം വിട്ടുപോകുന്ന കൂട്ടത്തിൽ കർത്താവെ ഞങ്ങളുടെ സംരക്ഷണം കൂടി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ എന്തെങ്കിലും ശാപങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, അസ്വസ്ഥകൾ, പൈശാചിക ദുഷ്ടാരൂപികൾ ഉണ്ടെങ്കിൽ അവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടുകയും ഞങ്ങളെ അങ്ങയുടെ തിരുവചന ശക്തിയാൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഇത്രയും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇത് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളിത് ഒരു പേപ്പറിൽ എഴുതി വെച്ച്, വചനങ്ങൾ എഴുതി വെച്ച്, ആ വചനങ്ങൾ കാണാപ്പാഠം പഠിച്ച് ശക്തിയോടെ, ഇതിപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുക ചെയ്ത്, പക്ഷേ നിങ്ങളത് പറഞ്ഞു പഠിക്കുമ്പോൾ നിങ്ങൾ ശക്തിയോടെ കണ്ണടച്ച് പറയാൻ പറ്റും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ തലമുറകളിൽ നിന്ന്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്, ഞങ്ങളുടെ കേരളസഭ, ഭാരതസഭ, ആഗോളസഭയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദുരാത്മസേനകൾ, പൈശാചി വ്യൂഹങ്ങൾ, ദുഷ്ടാരൂപികൾ, സാമ്പത്തിക തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ടെ, വിട്ടുപോട്ടെ, കാൽവരുടെ യൂട്ടെ പോട്ടെ. ഇങ്ങനെ നിങ്ങൾ ശക്തമായിട്ട് പറഞ്ഞ് പഠിച്ച് പ്രാർത്ഥിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പറയുകയും ഒപ്പം വെളിപാട് 3:10, സക്രിയ 9:8, സക്രിയ 2:5, വെളിപാട് 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് നിൽക്കട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും കർത്താവിൻ്റെ സംരക്ഷണ കോട്ടയൊരുക്കണമേ. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിക്കണം. ഇതെല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾക്കാണ് കർത്താവിൻ്റെ സംരക്ഷണ കോട്ട ലഭിക്കുക. ഒന്ന്, ആദ്യത്തേത് ലൂക്കാ 10:19, റോമർ 16:20, യാക്കോബ് 4:7 ആ വചനങ്ങളിലെല്ലാം ദുരാത്മസേനകളുടെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്, നിങ്ങൾ കൽപ്പിക്കുകയാണ്. കാൽവരിയിലോട്ടെ പോട്ടെ, വിട്ടുപോയി ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പറയണം. മറ്റേത് പിന്നെ പറയുന്ന 4 വചനങ്ങൾ, ഞങ്ങളുടെ ഭവനത്തിൽ മക്കൾക്ക് ആർക്കൊക്കെ സംരക്ഷണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആരൊക്കെ സുരക്ഷിതമായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവരുടെ ഒക്കെ പേര് പറഞ്ഞ്, അവരുടെ വീട് പറഞ്ഞ്, ആ സ്ഥലങ്ങൾ പറഞ്ഞ്, കർത്താവെ ഈ സ്ഥലത്തിന് ചുറ്റും, വരുമാന മാർഗത്തിന് ചുറ്റും, ഭവനത്തിന് ചുറ്റും, മക്കളിന് ചുറ്റും പാളയമടിച്ച് നിങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിങ്ങൾ നിരന്തരം ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ട് ഇതേപടി എഴുതി വെച്ച് വചനം പറഞ്ഞ് പഠിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് വലിയ ബന്ധന പ്രാർത്ഥന, വലിയ അനുഗ്രഹ ശക്തിയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ 7 ദിവസമോ 21 ദിവസമോ 33 ദിവസമോ ഒക്കെ തുടർച്ചയായിട്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദുഷ്ടാത്മസേനകൾ മാറിപ്പോവും. നിങ്ങളുടെ ഭവനങ്ങൾ വചനത്തിൻ്റെ ശക്തിയാൽ നിറയും. ആ വചനത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് ആരെയൊക്കെ ഉൾപ്പെടുത്തണമോ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് ആരുടെ പേര്, കുടുംബങ്ങൾ, വരുമാന സ്രോതസ്സുകൾ, ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ബന്ധന പ്രാർത്ഥന നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കള്ള് കുടിച്ചിട്ട് വന്നിട്ടോ, സിനിമ കണ്ടേച്ച് വന്നിട്ടോ, അങ്ങനെ അത് കണ്ടേച്ച് വന്നിട്ടോ, ഇത് കണ്ടേച്ച് വന്നിട്ടോ, സിനിമാ പാട്ട് കേട്ടേച്ചോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടിയൊക്കെ നടത്തി വെച്ചിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മ്ലേച്ഛമായ പരിപാടികൾ ചെയ്ത് പുക വലിച്ചിട്ടോ, മദ്യം കഴിച്ചിട്ടോ ഒന്നും വന്നിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ഇരട്ടി ദോഷം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും. ഇത് പ്രാർത്ഥിക്കുന്നത് ചണവസ്ത്രധാരികൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണിത്. ചണവസ്ത്രധാരിയുടെ പ്രത്യേകതയിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അശുദ്ധിയിൽ നിന്നും, മ്ലേച്ഛതയിൽ നിന്നും, മദ്യപാനത്തിനും പുകവലിയിൽ നിന്നും, അതിൽ നിന്നും ഇതെല്ലാം മാറി പ്രത്യേകമായി ജീവിതത്തെ, ജീവനെ, ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് സംരക്ഷിച്ച് വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞു പോകുന്നവരാണ് ഈ ബന്ധന പ്രാർത്ഥന ഉപയോഗപ്രദവും ഫലപ്രദവും. അല്ലെങ്കിൽ ഒരുപക്ഷെ തിരിച്ചടികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം
ഇത് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ദുഷ്ടാത്മ സേനയിൽ നമ്മളെ തിരിച്ചാക്രമിക്കുകയും നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം വിശുദ്ധിയിലും പരിശുദ്ധിയിലുമാണെങ്കിൽ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ഭവനങ്ങളിൽ അച്ചിട്ടായിട്ട് സംഭവിക്കും. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കും. അതിനെ പ്രിയപ്പെട്ടവരെ, കുറേയേറെ ആളുകൾ പലപ്പോഴായിട്ട് ചോദിച്ചു, ഞങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരാമോ പുത്രരെ, ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കണമോ, സ്വർഗ്ഗസ്ഥനായ ദാവീദിനെ പ്രാർത്ഥിക്കണമോ, ജയമാലയിൽ പ്രാർത്ഥിക്കണമോ ഒക്കെ ചോദിച്ചു. പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ജയമാല പ്രാർത്ഥന ഒക്കെ നിങ്ങൾ ചൊല്ലിക്കോ. നിങ്ങൾ കരുണയുടെ ജയമാല ചെല്ലുക വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുട്ടയിൽ നിന്ന് നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ചും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ശാപങ്ങൾ ആ ഭവനത്തിലുണ്ടെങ്കിൽ അത് വിട്ടുപോകാൻ പറഞ്ഞും അനുഗ്രഹവും ബന്ധിക്കേണ്ടതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കാൽവരിയോട്ടേക്ക് പോകാൻ പറയണം. അതുപോലെ കർത്താവെ, അങ്ങയുടെ വചനത്തെ ശക്തി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും, മക്കൾക്ക് ചുറ്റും, കുടുംബാംഗങ്ങൾക്ക് ചുറ്റും, ഇടവയ്ക്ക് ചുറ്റും, സഭയ്ക്ക് ചുറ്റും പാളിപിടിച്ച് നിൽക്കട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയും വചനശക്തിയും ഞങ്ങൾ നിറയട്ടെ. എല്ലാ ദുഷ്ടാരും ബന്ധിക്കപ്പെട്ട് വിട്ടുപോട്ടെ. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൽ എന്ത് കർത്താവ് എഴുതി വെച്ചോ അത് നമ്മുടെ ഭവനത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അനേകർക്ക് കൊടുത്തിട്ടുള്ള പ്രാർത്ഥനയാണിത്. എൻ്റെ ധ്യാനത്തിന് വരുന്നവർക്കൊക്കെ പൊതുവായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇതേ മോഡലിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഞാൻ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് നിയോഗം വെച്ച് നിങ്ങൾ ചൊല്ലുക. 44 ദിവസം, 33 ദിവസം, 90 ദിവസം ഒക്കെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ഭവനത്തിലെ ദുഷ്ടാരൂപികൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകും. അതെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ അകന്നു പോകും. സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഈ വചനത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റും പാളയം പിടിച്ച് നിൽക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബന്ധന പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഇത് ഈശോ എനിക്ക് പ്രത്യേകം പറഞ്ഞു തന്നിട്ട് ഞാൻ ഈശോയുടെ പ്രാർത്ഥനാപൂർവ്വം ഈശോയുടെ മുമ്പിൽ നിന്ന് സ്വരൂപിച്ച് പ്രാർത്ഥിച്ച് എടുത്തിയൊരു പ്രാർത്ഥനയാണ്. ഇത് അത്ഭുത പ്രാർത്ഥനയാണ്. ഇത് വളരെ ശക്തമാണ്. ഇതിനകത്ത് കുറച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ടല്ലോ മറ്റ് പലവിധ പ്രാർത്ഥനകളുടെയും ഒരു മോഡൽ പ്രാർത്ഥന തന്നെയാണ്. പക്ഷേ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ വളരെ അത്ഭുതങ്ങൾ സംഭവിക്കും. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. വലിയ സംരക്ഷണം നമുക്ക് കിട്ടും. പൈശാചിക പീഡകൾ നമ്മുടെ ഭവനത്തിൽ വിട്ടുപോകും. രോഗശാന്തി കിട്ടും. അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുപാട് നന്മയും കൃപയും അനുഗ്രഹവും സന്തോഷവും ലഭിക്കും. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയായിരിക്കണം. നമ്മൾ ചണവസ്ത്രധാരിയായിരിക്കണം. നമ്മൾ ഈ ലോകത്തിലെ എല്ലാ അരൂപിയുടെയും കൂടെ നടന്നേച്ച് വന്നിച്ചിട്ട് ഈ അരൂപി എടുത്ത് തോളെ വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ആരും പ്രാർത്ഥിച്ചേക്കരുത്. നമ്മൾ ഈ ലോകത്തിലെ എല്ലാ അരൂപിയിൽ നിന്നും വിട്ടുമാറി നിന്നിട്ട് യേശുവിൻ്റെ അരൂപിയെ എടുത്ത് നമ്മൾ തോളിൽ വെക്കുകയോ കണ്ണിലോ ഹൃദയത്തിലോ മനസ്സിലോ വെച്ചോ അത് വളരെ ശക്തമാണ്. അല്ലെങ്കിൽ അതും ചെയ്യാം ഇതും ചെയ്യാമെന്ന് വെച്ചിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്. അത് രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടി നിന്നാൽ തിരിച്ചടികളും ഇതിനകത്ത് തന്നെ സംഭവിക്കുകയും ചെയ്യും. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. വിശുദ്ധിയും പരിശുദ്ധിയും നിറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന ദൈവം ഈശോ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ധ്യാന ക്ലാസ്സിൽ ചിലർ സംശയം ചോദിച്ചിരിക്കുന്ന പോലെ നമുക്ക് കുമ്പസാരിക്കുള്ള അവസരവും കുർബാനയ്ക്കുള്ള അവസരവും എല്ലാ സംവിധാനം അവിടെ ഉണ്ട്. അവിടെ കുർബാനയ്ക്ക് വേണ്ടി രാവിലെ ഞായറാഴ്ച ദിവസങ്ങളിൽ വാഹനം പിടിച്ച് അവിടുത്തെ എടോപ്പള്ളിയിൽ പോയിട്ട് കുർബാന സ്വീകരിച്ചിട്ട് വരുന്നുണ്ട്. അവിടെ കുമ്പസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ കുമ്പസാരിക്കാനുള്ള സംവിധാനം പറഞ്ഞാൽ അവിടുത്തെ വൈദ്യർ ചെയ്തു തരും. ആ സംവിധാനമുണ്ട്. അങ്ങനെ നമ്മുടെ ധ്യാന ഹാളിൽ, ധ്യാന സെൻ്ററിൽ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും സംശയം വേണ്ട. ആരും പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിശുദ്ധ ബലിയുണ്ട്, കുമ്പസാരമുണ്ട്. എല്ലാ നന്മകളും എല്ലാ സംവിധാനങ്ങളും സഭയോടൊപ്പം സഭയോട് ചേർന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സഭയിൽ നിന്ന് വിട്ടിട്ടോ അല്ലെങ്കിൽ സഭയില്ലാതെയോ ഒന്നുമല്ല. എല്ലാ അനുവാദവും എൻ്റെ സാക്ഷ്യപത്രങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പ്രീച്ചിങ് കാർഡുണ്ട്, ഇടവ വൈദികൻ്റെ അനുവാദ പത്രമുണ്ട്. ഇതെല്ലാം എളിദാസിന് കർത്താവ് തന്നിട്ടുണ്ട്. എല്ലായിടത്തും കൂടി ഇതെല്ലാ സംവിധാനങ്ങളും കൂടിയാണ് അവിടെ ധ്യാനം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ധ്യാനത്തിലേക്ക് താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വരിക. 1-2 മാസം 2-3 മാസത്തിനുള്ളിലൊന്നും അവിടെ ധ്യാനങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യത ഇല്ല. അല്ലെങ്കിൽ 27 മുമ്പ് വരെയുള്ള കാലഘട്ടം വരെ അവിടെ ധ്യാനം കൂടാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം ഇറാനുമായിട്ടുള്ള യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറും. മറ്റൊരു തലത്തിലേക്ക് മാറിയാൽ പിന്നെ അവിടെ വലിയ ലോകത്ത് മൊത്തമായിട്ട് ദുരന്തങ്ങളുണ്ടാവും. ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കുകയില്ല. അത് നമ്മൾ മുന്നേ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ച് നിങ്ങൾ ധ്യാനം ബുക്ക് ചെയ്യുക. ധ്യാനം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ ധ്യാനത്തിൽ വരാൻ സംബന്ധിക്കാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് ഓടിക്കയറി വരുന്നവർക്ക് സാധ്യമായ പേര് വിളിച്ച് നേരത്തെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ പേരുകൾ ബുക്ക് ചെയ്തതിന് ശേഷം ധ്യാനത്തിൽ കടന്നു വരിക. അങ്ങനെ എല്ലാവിധ ബന്ധന പ്രാർത്ഥനകളാലും വിശുദ്ധ കുർബാനയാലും വിശുദ്ധ കുമ്പസാരത്താലും അലങ്കരിക്കപ്പെട്ട് വളരെ ശക്തമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കൂടെ യേശുവിൻ്റെ വരവിൻ്റെ ഒരു പ്രത്യേക ഒരുക്കമാണ്. നമ്മളെല്ലാം കൊണ്ട് ഒരു 100 പേരെ അമേരിക്കയിലേക്ക് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന വിസയും പാസ്പോർട്ടും ഒക്കെ എടുത്ത് റെഡിയാക്കി നമ്മൾ ഒരുങ്ങി അടുത്ത 2020 ജനുവരി 5-ാം തീയതി ഇവിടുന്ന് 1000 പേര്, കേരള സഭയിൽ നിന്ന് 1000 പേര്
പിന്നെ വാഷിങ്ടണിലേക്ക് പുറപ്പെടുന്നു. 1000 പേർക്ക് പ്രത്യേകം കോച്ചിങ് കൊടുത്ത് പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്നതുപോലെ അതുപോലെ ഒരുക്കത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വരന് ഒരുക്കമാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും എന്ന വചനം നമ്മൾ ഓർമ്മിച്ച് പഠിച്ചു വെക്കണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ നമുക്ക് പിടുത്തം കിട്ടില്ല, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായി ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുക, വളരെ ശക്തമായിട്ട് തിരുവചനത്തോട് കൂടിയായിരിക്കുക, വളരെ ശക്തമായി ചണവസ്ത്രം ധരിക്കുക, യേശുവിൻ്റെ വചനവും ലേഖനങ്ങളിലെ വചനവും അപ്പസ്തോല പ്രവർത്തനത്തിലെ വചനങ്ങളും വെളിപാട് ഗ്രന്ഥത്തിലെ വചനങ്ങൾ, പ്രത്യേകിച്ച് വെളിപാടിൻ്റെ കർത്താവ് പറയുന്നുണ്ട്, ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് കർത്താവ്. ഈ വെളിപാട് ഗ്രന്ഥത്തിലെ ആ വചനത്തിലെ ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ, ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിൾ എന്ന ഭാഷയിലും പറയാം. പ്രത്യേകിച്ച് സുവിശേഷം, ലേഖനങ്ങൾ, വെളിപാട് ഗ്രന്ഥം, അതെല്ലാം വചനത്തിൻ്റെ മൂല്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വചനങ്ങൾ ഈ രീതിയിൽ ഇതിനെ ക്രമീകരിക്കുക, പ്രാർത്ഥിക്കുക. അതിനായി ഈ വചന പ്രാർത്ഥനകൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഈശ്വരമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുന്നത്. നമ്മുടെ ധ്യാനം കൂടിയവർക്ക് വേണ്ടിയിട്ടും കൂടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടും നമ്മൾ പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങാൻ എല്ലാവരും പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് മരിക്കാതെ എല്ലാവരും സംരക്ഷിതമാകാനും സംരക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വവും ഭക്ഷണവും സംവിധാനങ്ങളും ഒരുക്കപ്പെടാനും കർത്താവിൻ്റെ കൃപ കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിച്ച് നിത്യയിലേക്ക് പ്രവേശിക്കാനൊക്കെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിനായി നമ്മളെ ഓരോരുത്തരും സമൃദ്ധമായി ഈശോ അനുഗ്രഹിക്കുമാറാട്ടെ. ഈ നിമിഷം വരെ കർത്താവ് പരിപാലിച്ച് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങളെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങ് നന്ദി പറയുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ വരണ്ട് ഒരുങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കുമാറാട്ടെ, സ്പർശിക്കുമാറാട്ടെ, സംരക്ഷണം ലഭിക്കുമാറാട്ടെ. ആമേൻ.